CPIM-ന്റെ കേന്ദ്ര നേതാക്കൾ പ്രത്യേകിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിയെയും ഐഷിയെയും മറ്റ് സഖാക്കളെയും ഒക്കെ PK ശ്രീമതി ടീച്ചറെയും ഒക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഇവിടെ നടന്ന ഈ അമിത്ഷായും നരേന്ദ്രമോദിയും വീണ്ടും ഇങ്ങനെ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നത് തുടർന്ന് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഭയപ്പെടുത്താമെന്നുള്ള ഒരു ധാരണയാണ് എങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പറയാനുള്ളത്. പ്ലെയിൻ ക്ലോത്തിൽ മഫ്തിയിൽ വന്ന് ഒരു പാർട്ടി ഓഫീസിലേക്ക് കടന്നു കയറി കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് ഇത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് കടന്നു കയറി അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുക. യാതൊരു വിധത്തിലുള്ള പ്ലെയിൻ ക്ലോത്തിൽ വന്നിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിർന്നത്. അതിനെ അതിശക്തമായി ഞങ്ങൾ അപലപിക്കുകയാണ്. ഈ രാജ്യത്തെ പ്രത്യേകിച്ച് അവർ ഇന്ന് RSS നേതാവിൻ്റെ പ്രസ്താവന കണ്ടു. ഈ രാജ്യത്തെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വഴിതെറ്റിക്കുകയാണ് ഇടതുപക്ഷവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന കണ്ടു. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിൽ വഴിതെറ്റിപ്പോയ ഒരു പെൺകുട്ടിയാണ് ഐഷി ഘോഷ് എന്ന് ധരിച്ചാവാൻ വന്നിട്ടുള്ളത്. ഐഷി ഘോഷ് ഈ രാജ്യത്തെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമുന്നതയായ ഒരു നേതാവാണ്. ആ ഐഷി ഘോഷിനെതിരായിട്ടുള്ള അതുപോലെ ഏത് വിദ്യാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിരുന്നാലും ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പലപ്പോഴും വിദ്യാർത്ഥികൾ JNUവിലെയും പ്രത്യേകിച്ച് JNUവിലെ വിദ്യാർത്ഥികളെ പെൺകുട്ടികളെ അവരുടെ ഒന്നെങ്കിൽ അവരുടെ സെമസ്റ്റർ എക്സാം അടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു 5 വർഷം മുന്നേ പഴക്കമുള്ള അല്ലെങ്കിൽ ഒരു 8 വർഷം മുന്നേ പഴക്കമുള്ള അല്ലെങ്കിൽ ചെടിച്ചട്ടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞു പോലും വന്ന് അവരെ പോലീസ് സ്റ്റേഷനിലെ ഒരാഴ്ചക്കാലം പോയി അവർക്ക് ഓരോ ദിവസവും രാവിലെ പോയി വൈകുന്നേരം വരെ ഇരിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഇവരുടെ വിദ്യാഭ്യാസത്തെയും ഇവരുടെ ജീവിതത്തെയും ഒക്കെ തകർക്കാനാണ് ഫാസിസ്റ്റ് നരേന്ദ്രമോദി ഭരണകൂടം അമിത്ഷായെ കൂടി ചേർന്നുകൊണ്ട് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ അതിശക്തമായി അപലപിക്കുന്നു. അതിനെ ചെറുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്.